അയ്യോ ഗൈസ്, അയ്യോ പോലെ. ഇതാണ് ഇപ്പോൾ ഊട്ടിയുടെ ക്ലൈമറ്റ്. വെയിലുണ്ട്, പക്ഷേ വെയിൽ നമുക്ക് വലിയ കാര്യമായിട്ട് അനുഭവപ്പെടുന്നില്ല, തണുപ്പ് തന്നെയാണ്. ഇനി നമുക്ക് ഇനി ഇവിടെ പെട്രോൾ പമ്പ് എവിടെയാണെന്ന് കണ്ടുപിടിക്കാം. കാരണം നമ്മുടെ ലാസ്റ്റ് ടാങ്ക് പെട്രോൾ ഉണ്ട്, ഒരു ഫുള്ളൂടെ അടിച്ചേക്കാം. ഫുൾ അടിച്ച് കഴിഞ്ഞാൽ പിന്നെ പെട്രോളിൻ്റെ ഭാഗത്ത് ചിന്തിക്കേണ്ട. നമ്മൾ ഇനി ഇവിടുന്ന് നേരെ കിണ്ണക്കോരയാണ് പോണേ. കിണ്ണക്കോര പോയിട്ട് എന്ന് വെച്ചാൽ പോണ അതിൽ ട്രയൽ സൈഡൊക്കെ ഉണ്ടെങ്കിൽ അവിടെ കയറും. അല്ലാത്ത ദിവസം നേരെ കിണ്ണക്കോര പോയിട്ട് അവിടെ അടിച്ച് പൊളിച്ച് വൈകുന്നേരം ആകുമ്പോഴേക്ക് വീട്ടിലേക്ക് തെറിക്കാനുള്ള പ്ലാനാണ്. ഗായ്സ്, ഇപ്പോൾ നമ്മൾ മുന്നേ കുറേ വട്ടം ഊട്ടിയിൽ വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ ബൈക്കിൽ ആദ്യമായിട്ടാണ് നമ്മൾ ഊട്ടിക്ക് വരാം. കാരണം ബൈക്കിൽ ആദ്യമായിട്ട് നമ്മൾ ഊട്ടി എക്സ്പ്ലോർ ചെയ്യണേ. ഊട്ടിയിൽ വീടുകൾ കണ്ടില്ലേ, എന്ത് വൈബല്ലേ. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഈ ഗ്രൗണ്ട് രക്ഷയില്ല, പൊളി ഗ്രൗണ്ട്. നിറച്ചും ചെമ്മിനാടാണ് അതിൻ്റെ ഉള്ളിൽ. ഫുട്ബോളുകളൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ആ ഒരു കിണ്ണക്കോര എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു പ്രദേശമാണ്, പക്ഷേ അവിടേക്ക് പോണ വഴിയിലാണ് എല്ലാം അടങ്ങിയിരിക്കുന്നത്. കാരണം അമ്മാതിരി വ്യൂ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുക്കുന്ന നല്ല രസമാണ് ആ വഴിക്കൂടെ ഒക്കെ പോകുക. എന്ന് വെച്ചാൽ കുറേ കാണാനുണ്ട്, കുറേ അനിമൽസിനെയും കുറേ എന്ന് വെച്ചാൽ നല്ല നല്ല കാഴ്ചകളുണ്ട് അവിടെ തന്നെ. എന്തായാലും വഴി നല്ല തണവും ഒടുക്കത്തെ പച്ചപ്പും സാമ്പോ പൊളി. എന്റെ പൊന്നോ, നിങ്ങൾ നോക്കി ഗൈസ്, എന്റെ എന്താ വ്യൂ. അയ്യോ ഗായ്സ്, ഇത് നമ്മുടെ കിണ്ണക്കോർക്ക് പോണ റൂട്ടിലുള്ള വിഷ്വലാണ് കേട്ടോ. ഇത് എന്താല്ലേ, അയ്യോ ഇവിടുന്ന് കയറി നിൽക്കുമ്പോൾ എന്തോ പോലെ തോന്നുന്നു. ഗൈസ്, പന്നിക്കൂട്ടങ്ങളെ പട്ടികൾ വരട്ടുന്നു. ഗൈസ്, നമ്മൾ ഈ വഴിക്ക് കുറച്ച് ഓടിച്ചപ്പോഴേക്കും നമുക്ക് വീട്ടിലും വ്യൂ ആണ്. കാരണം എന്താ പറയേണ്ടത് അറിയില്ല. ഫുള്ള് ഇവിടെ നമ്മുടെ തേയിലത്തോട്ടം ഫുള്ള് നിറഞ്ഞ് കിടക്കാണ്. ഫുള്ള് എന്ന് വെച്ചാൽ ഭയങ്കര ഫീലാണ് ഈ വഴിയിലൂടെ ഓടിക്കുമ്പോഴൊക്കെ. ഗൈസ്, ഇത് നമ്മളിപ്പോൾ കിണ്ണക്കോര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥലത്തേക്കുള്ള ഇത് എത്തി. ഇവിടുന്ന് ഇനി 26 കിലോമീറ്റർ ഉള്ളു കിണ്ണക്കോരയ്ക്ക്. നമ്മൾ ഏറ്റവും ബാക്കിലാണ്, കാരണം നമ്മുടെ കൂടെ വന്നവരൊക്കെ ഏറ്റവും ഫ്രണ്ടിൽ പോയി. എന്താ അല്ലേ, ഫുള്ള് കുന്ന്. നമ്മളിഞ്ഞിപ്പോൾ ഇനി ഏതൊക്കെ കുന്ന് കയറി ഏതൊക്കെ കുന്ന് ഇറങ്ങിയിട്ടൊക്കെയാണോ അവിടേക്ക് പോകണമെന്ന് അറിയില്ല. നമ്മൾ മാപ്പ് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും നോക്കാം നമുക്ക്. കാരണം രക്ഷയില്ലല്ലോ, എല്ലാവിടെയും നല്ല വൈബ് പ്ലേസ് കാണാൻ എല്ലാവിടെയും അടിപൊളിയല്ലേ. ഗായ്സ്, ഇത് നമുക്ക് കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ക്ലൈമറ്റാണ്. കാരണം നമ്മൾ മൺസൂൺ കാലത്ത് വന്ന കാരണം വലിയ മഴയില്ല, പക്ഷേ വൈകുന്നേരം ഫുള്ള് ഇന്നലെ നല്ല മഴയായിരുന്നു. പക്ഷേ ഊട്ടിയിൽ മഴ കുറവാണ്. അപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് തണവാണ്, നല്ല തണവും. കോട ഞങ്ങൾക്ക് ഇതുവരെയായിട്ട് കിട്ടിയിട്ടില്ല, പക്ഷേ നല്ല പച്ചപ്പും നല്ല തണവും കിട്ടി ഞങ്ങൾക്ക്. ഓ I got
എന്താ സ്വർഗോ എന്താ ഫുള്ള്. എന്ത് രസമല്ലേ വഴികളൊക്കെ കാണാൻ. വഴികൾ ആ തേയിലത്തോട്ടും ആ കുന്നും എൻ്റെ പൊന്നോ ജാതി വൈബ്. വഴികളൊക്കെ നോക്കിയേ കുറേ നാളിന് ശേഷം ഇങ്ങനത്തെ ഒരു ഫീല് കിട്ടുന്നത്. കാരണം ഇത് രസമാണെന്ന് പറയും ഈ വഴിയിലൂടെയൊക്കെ ഓടിക്കാനായിട്ട്. എൻ്റെ പൊന്നെ സീനല്ലേ. അയ്യോ ഗായ്സ്, അയ്യോ പോലെ പോലെ ഒരു ഫോട്ടോ എടുക്കട്ടെ. ഓ ഗായ്സ്, റോഡിന്റെ സെന്ററിൽ തന്നെ കയറുന്നു. പോയി ഗായ്സ്. ഗായ്സ് ഇതേ നമ്മൾ കരിങ്കുരങ്ങ്. കരിങ്കുരങ്ങ് ആ അതായിരിക്കും. നമ്മൾ കരിങ്കുരങ്ങിനെയും കണ്ടു. ഇനിയിപ്പോൾ ഇനി എന്തൊക്കെ കാണുമ്പോൾ നമുക്ക് വഴിയെ കാണാം. ഭയങ്കര ഫീലോട്ടോ ഈ വഴിക്ക് വരെ. ഒരു ഒന്നൊന്നര ഫീലാണ്, ഒരു രക്ഷയില്ല. ശരിക്കും നമ്മുടെ അവിടെ സിറ്റിയിൽ ഓടിക്കണ പോലെ ഒന്നല്ല ശരിക്കും. ആദ്യ വൈബാണ് ഈ വഴിക്ക് വരെ. ഗായ്സ് ഇത് സത്യം പറയേണ്ട ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത യാത്രയാണ്. കാരണം ഒടുക്കത്തെ ഫീലാണ്. കാരണം ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഈ വഴിക്ക് വരുമ്പോൾ. ആരെങ്കിലും ഒക്കെ ഊട്ടി വരാണെങ്കിൽ എന്തായാലും പറ്റുകയാണെങ്കിൽ കിണ്ണക്കോര വിസിറ്റ് ചെയ്യുക. കാരണം കിണ്ണക്കോര വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് തന്നെയാണ്. കിണ്ണക്കോര എന്ന് പറയുമ്പോൾ കിണ്ണക്കോരയിൽ കാണാനൊന്നുമില്ല, പക്ഷേ കിണ്ണക്കോരയ്ക്ക് പോണ വഴി അടിപൊളിയാണ്. ഇപ്പം നമുക്ക് കിണ്ണക്കോരയ്ക്ക് വരാനായിട്ട് ആകെ ഊട്ടിയിൽ നിന്ന് കിണ്ണക്കോരയ്ക്ക് വരുന്ന വഴി മാത്രമേ ഉള്ളൂ. നമുക്ക് ഇതിന് മുന്നേ കേരളത്തിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ കിണ്ണക്കോരയ്ക്ക് വരായിരുന്നു. അട്ടപ്പാടിയിൽ നിന്ന് ഉള്ളി വഴി മഞ്ചൂർ വന്ന് കയറി അങ്ങനെ കിണ്ണക്കോരയ്ക്ക് വരായിരുന്നു. പക്ഷെ അത് അവിടുത്തെ എന്നുവെച്ചാൽ തമിഴ്നാട് ഗവൺമെൻറ് ഫോറസ്റ്റിൻ്റെ ഇതായതുകൊണ്ട് അത് ആ വഴി ക്ലോസ് ചെയ്തു. ഇപ്പം നമുക്ക് ആകെ ഈ വഴി മാത്രമേ നമുക്കിപ്പോൾ വരാൻ പറ്റുള്ളൂ. ഗായ്സ് അങ്ങനെ നമ്മൾ കിണ്ണക്കോര എന്ന് പറഞ്ഞ ഗ്രാമത്തിലേക്ക് ഇപ്പോൾ എത്തി. വരണ വഴി എന്ന് പറയുമ്പോൾ ഒരു രക്ഷയില്ല. സീൻ വഴിയായിരുന്നു. എന്താ പറയുക, മൂട് പിടിച്ച വഴി എന്ന് പറയുമ്പോൾ അമ്മാതിരി വഴി, ഒന്നൊന്നര വഴിയായിരുന്നു. കിടിലൻ റൈഡായിരുന്നു ഇത്. ഇനി നമുക്കിനി അവിടേക്ക് ജംഗ്ഷനിലൊക്കെ ഒന്ന് പോയി നോക്കാം. കാരണം നമ്മുടെ സിജോയും റിസ്വാനും നമ്മളെയൊക്കെ മുന്നേ പോയതാണ്. അവരവിടെ ഉണ്ടോ നോക്കണം. എന്നിട്ട് അവരെയും കൊണ്ട് നേരെ തിരിക്കണം. ഇന്ന് തന്നെ നമുക്ക് തൃശ്ശൂർ പോകണം, ഇന്ന് തന്നെ നാട്ടിലേക്ക് പോകണം. ഇപ്പോൾ 5:30 6 മണിക്കുള്ളിൽ ഇവിടെ നിന്ന് തിരിച്ച് ഇവിടെ നിന്ന് എത്ര 7-8 മണിക്കൂറുണ്ട് യാത്ര. അപ്പോൾ ഇപ്പോൾ തിരിച്ചാലാണ് ആദ്യം വരുന്നത്. ഇപ്പോൾ തിരിച്ചാലാണ് ആ ടൈം ഒരു
2 മണി 3 മണിയൊക്കെ ആകുമ്പോഴേക്കും വീട്ടിലെത്തുള്ളൂ. എന്തായാലും നമുക്ക് അവിടെ ജംഗ്ഷനിൽ പോയി നോക്കാം. ഗൈസ് അങ്ങനെ നമ്മൾ കിണ്ണക്കോര എത്തി. ഒരു ചായ എന്താ സംഭവം അറിയില്ല, എന്താണെന്നറിയില്ല. ഇവിടെ കിട്ടിയത് കഴിച്ചിട്ട് ഒന്ന് സെറ്റാവെന്ന് വിചാരിച്ചു. സെറ്റ് ക്ലൈമറ്റ് ആണ് ഇവിടെ. സുധിജാന്ന് അവർക്ക് മിസ്സായില്ലേ? എന്തിട്ടല്ല വഴി സിജോനെ കിട്ടില്ല വഴിയല്ലേ? ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ചെറിയൊരു ഇതുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് ചെറിയ വഴി അങ്ങോട്ട് പോകുമ്പോൾ ചെറിയൊരു ഗ്യാമുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ വഴി അവസാനിക്കും. പിന്നെ വേറെ വഴികളൊന്നുമില്ല. പിന്നെ നമുക്ക് ഇനി പോകണമെങ്കിൽ ഇത്രയും മലകൾ വീണ്ടും കയറി വീണ്ടും ഇറങ്ങണം. നമുക്കിനി ചായ പിടിച്ചിട്ട് ഇനി ഇവിടെ നിന്ന് പോവാം. ഗായ്സ് അങ്ങനെ നമ്മളിപ്പോൾ ഇവിടുന്ന് കിണ്ണക്കോരന്ന് പോവാണ്. അങ്ങനെ സമയം ഇപ്പോൾ 6:30 ഇനി ഇപ്പോൾ ഇവിടുന്ന് പോയതാണ്. ഇത്തവണയൊക്കെ മുന്നേ ഇത് കയറി നമുക്ക് വീട്ടിലെത്താൻ പറ്റുള്ളൂ. എന്തായാലും വീട്ടിലെത്തും ഇരുട്ടാവും. എന്നാലും ഇത്തവണയൊക്കെ മുന്നേ ഊട്ടി വിട്ട് കോയമ്പത്തൂർ എങ്ങാനും പിടിച്ചു കഴിഞ്ഞാൽ അത്ര ഉപകാരമായില്ലേ. അപ്പോൾ നമുക്ക് ഇനി പോണ വഴിയിൽ വല്ലതും കാണാൻ നോക്കാം. ഓക്കെ, എന്താല്ലേ വാട്ട് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. കാരണം ഇത്രയും മനോഹരമായൊരു സ്ഥലം വേറെ എന്താ വെച്ചാൽ ഞാൻ ഇതുവരെയായിട്ട് കണ്ടിട്ടില്ല. കാരണം നമ്മൾ കുറേ റൈഡ് പോയാലും ഇത്രയും അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലം, അത് ഊട്ടിന് കിണ്ണക്കോരയ്ക്ക് വരണ വഴി എൻ്റെ പൊന്നു മോനെ ഒരു രക്ഷയില്ല. ഈ വഴി എന്ന് പറയുന്നത് ഈ വഴി ഞാൻ ഈ വാക്ക് തന്നെ കുറേ വട്ടം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്താ പറയുക, നമ്മുടെ മനസ്സിൽ നമ്മൾ റൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആ വഴിയൊക്കെ കാണുമ്പോൾ ഒരു ഫീല് കിട്ടില്ല. ആ ഫീലാണ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല എന്ന് പറയില്ലേ. അതുകൊണ്ട് തന്നെയാണ് പരമാവധി പറഞ്ഞറിയിക്കാൻ പറ്റണത്തോളം പറഞ്ഞറിയിക്കാം. അല്ലാത്ത പക്ഷെ ഇങ്ങനെ കാണിച്ച് അറിയിക്കുക രക്ഷയില്ല. മെനി വഴി നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണാനാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതേമാതിരി എന്തെങ്കിലും കമൻറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. നിങ്ങൾ പരമാവധി സപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ ഇനിയും നല്ല രീതിക്ക് വീഡിയോസ് ഇടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.